ജോൺ ബ്രിട്ടാസ് MP കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബ്രിട്ടാസ്, അറിയാം ഈ കേസിൻ്റെ മാനങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് താങ്കൾ. ഈ കോടതിയിൽ നിന്നുള്ള വിധി വരുമ്പോൾ കോടതി ഏതൊക്കെ തലത്തിലാണ് ഈ ഹർജിക്കാരുടെ ആവശ്യങ്ങളെയും വളരെ നൈതികമായ രീതിയിൽ തന്നെ ഈ കേസിൻ്റെ ആ ഒരു ഗ്രാവിറ്റിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വിധി പറഞ്ഞിരിക്കുന്നത്? യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സൂചനകൾ പലതും നമ്മളെ പോലുള്ള ആൾക്കാരെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ എരയുടെ ഒപ്പമാണോ സുപ്രീം കോടതി, അതെയോ ഈ ക്രൂരകൃത്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ പക്ഷത്താണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യചിഹ്നം പോലും ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു കാർമേഘക്കൂട്ടത്തിനിടയിൽ ഒരു ആശാകിരണമെന്ന നിലയ്ക്കാണ് ഞാൻ ഈ സുപ്രീം കോടതിയുടെ തീരുമാനത്തെ കാണുന്നത്. യഥാർത്ഥത്തിൽ ബിൽക്കീസ് ബാനു കേസിന്റെ വിശദാംശങ്ങൾ ആരെങ്കിലും പരിശോധിക്കുകയാണെങ്കിൽ ഈ ക്രൂരകൃത്യത്തിന്റെ ക്രൗര്യത, അതായത് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു കട്ടി, അതിന്റെ ഒരു ഘനം നമ്മളെ ബോധ്യപ്പെടും. ഏതൊരു വ്യക്തിയുടെ മനസാക്ഷിയെ കൊളുത്തിവരിക്കുന്ന രീതിയിലുള്ള അതിഹീനമായ ഒരു ക്രൂരകൃത്യമാണ് ഗുജറാത്തിൽ അരങ്ങേറിയതെന്നും 5 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി അവരുടെ 3 വയസ്സുകാരി കുഞ്ഞിനെ കാലിലെടുത്ത് അടിച്ചു കൊന്നതും അവരുടെ അമ്മ ഉൾപ്പെടെ 14 ബന്ധുക്കളെ മർദ്ദിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ടൊരു സംഭവത്തിൽ പ്രതികളെ സാധാരണഗതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ പോലെ കണ്ട് അവരെ വിട്ടയച്ചപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ മനസാക്ഷി തന്നെയാണ് യഥാർത്ഥത്തിൽ അപകടത്തിലായത്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി വൈകിയാണെങ്കിലും കൈക്കൊണ്ട തീരുമാനം യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. അത് കണ്ണ് തുറപ്പിക്കേണ്ടത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെയും ഗുജറാത്ത് സർക്കാരിന്റെയാണ്. ഈ 2 സർക്കാരുകൾ നൽകിയ അഫിഡവിറ്റ്, അതായത് കേന്ദ്രത്തിന് കൂടിയുള്ള, കാരണം നമുക്കറിയാം ആ സമയത്തുണ്ടായിട്ടുള്ള ആ സ്റ്റേറ്റിൽ ആരൊക്കെയാണോ ആരോപണ വിധേയരായിട്ടുള്ള അവരൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു സംവിധാനത്തിന് കൂടിയുള്ള ഒരു തിരിച്ചടിയാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യം, ഇത്തരം നിഷ്ഠൂരമായ ഒരു സംഭവത്തിൽ പോലും ഒരു സ്റ്റേറ്റിന്റെ താല്പര്യമായി അത് വരുന്നു, ആ രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടുന്നു കോടതികളിൽ പോലും എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അതിനെ അളന്നു നോക്കി പരിശോധിക്കേണ്ടതുണ്ട് ശ്രീ ജോൺ ബ്രിട്ടാസ്? ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി തന്നെ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രതികളിൽ 11 പേരിൽ ഭൂരിപക്ഷം പേരും അവര് ഈ 11 വർഷത്തെ യഥാർത്ഥത്തിൽ ഈ തടവ് പോലും അനുഭവിച്ചില്ല എന്നുള്ളതാണ്. അവർക്ക് ദീർഘകാലത്തെ പരോളുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിൽ അവരെ ശിക്ഷിച്ചു എന്നുള്ളത് ഒരു പേരിന് മാത്രമാക്കിയിട്ട് അവരെ സ്വതന്ത്രരായി വിടുന്ന ഒരു സമീപനമാണ് ഗുജറാത്ത് സർക്കാർ കൈക്കൊണ്ടത്. മാത്രമല്ല, ഇവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ചുള്ള ഫയലുകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ പോലും പോയി മടങ്ങിയിരുന്നു. അനുകൂലമായ തീരുമാനമാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൈക്കൊണ്ടിരുന്നത്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കേസിൽ ഈ പറഞ്ഞ കുറ്റവാളികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന, അന്താളിപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. ഇവരെ വിട്ടയച്ചപ്പോൾ അവിടുത്തെ ഭരണകക്ഷിയിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരെ സ്വീകരിച്ച് ആനയിക്കുകയും മിഠായി വിതരണം ചെയ്ത് അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ ഇതുപോലെ കേവലപരമായിട്ട് അവരെ വിട്ടയച്ചത് മാത്രമല്ല, അത് അവിടെയുള്ള ഗുജറാത്തിലുള്ള ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് പോലെ, അതായത് ഞങ്ങളെ ആർക്കും തൊടാൻ കഴിയില്ല, ഞങ്ങളുടെ നിയമത്തിന് അതീതരാണ് എന്നുള്ളൊരു സന്ദേശം നൽകുന്നതിന് കൂടി അത് വഴിവെച്ചു. നീതി നിർവഹണം എത്രത്തോളം ശിഥിലമാണെന്നുള്ള ഒരു സന്ദേശമാണ് ഈ സംഭവവാസങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് നൽകിയത്. അതിലൊരു തിരുത്ത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വൈകിയാണെങ്കിലും ഉണ്ടായതിൽ നമുക്കൊക്കെ ആശ്വസിക്കാം. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള ഇരകൾക്ക് വേണ്ടി രംഗത്ത് വരുന്ന പൊതുപ്രവർത്തകരോടുള്ള സമീപനം എന്തായിരിക്കണം? മുമ്പ് ഒരു കേസിൽ തീസ്റ്റ സീതൽവാദിനെ പോലുള്ള ആൾക്കാർ ഒരു ഇരയ്ക്ക് വേണ്ടി രംഗത്ത് വന്നു എന്നുള്ള കാരണത്താൽ അവരെ പിടിച്ച് ജയിലിലിട്ടൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. ശരി, വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്, കൃത്യമായി വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇപ്പോൾ